ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന മീൻ ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞിട്ടെടുക്കുക. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 5-6 ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ജീരകം ഇട്ട് കൊടുത്താലും മതിയാവും. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മീനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ വെക്കാം. ഇനി ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ മീൻ 1-2 തവണ തിരിച്ചും മറിച്ചും ഇടേണ്ടതാണ്. അതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക. ഇനി നമ്മൾ മീൻ വെച്ചതിന് ശേഷം ബാക്കി വന്ന മസാല കൂടി ഇതിൻ്റെ മേലെ ഇങ്ങനെ പുരട്ടി കൊടുക്കാം. ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്കും ബാക്കിയുള്ള മസാല കൂടി പുരട്ടി കൊടുക്കാം. കുറച്ച് സമയം വെച്ചതിന് ശേഷം ഒന്നുകൂടി ഇത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി പാനിലെല്ലാം വീണ് കിടക്കുന്ന മസാല കൂടി ഇതിൻ്റെ മേലേക്ക് തേച്ച് കൊടുക്കാം. മസാലയിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതുപോലെ ഫുള്ളായിട്ട് ഇതിൻ്റെ മേലെ പുരട്ടി കൊടുക്കാം. ഇതിപ്പോൾ തേച്ച് കൊടുത്തിട്ടുള്ളത് പാനിലുള്ളത് മസാല തന്നെ ആയതുകൊണ്ട് ഇനി ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ.